ഞാനും മമ്മട്ടിയും പോവാ. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. പോകരുത്, ആളുകൾ അറിഞ്ഞ മോശം. ഞാൻ പോവും. സാന്ദ്ര പ്ലീസ്. ഇവരൊക്കെ എന്ന് ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നോ അന്ന് ഞാൻ വരാം. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എനിക്ക് കാണാനാവില്ല. ഈ ചെയ്തു കൂട്ടിയിരിക്കുന്നതെല്ലാം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് തെറ്റി. ഈ പ്രായത്തിൽ ഒരു കുഞ്ഞും ഇങ്ങനെ ചെയ്യില്ല. നാളെ നിങ്ങളുടെ പെങ്ങൾ എന്റെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചാലും അതും തനിയെ ചെയ്തതാണെന്ന് പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തും. അവളെ പറഞ്ഞ് മനസ്സിലാക്ക്, ഈ പ്രായത്തില് ഇത്ര അഹങ്കാരം പാടില്ലാന്ന്. അച്ഛനും അമ്മയും കൂടിയാണോ ഇവൾക്ക് ഇത്രയും വളം വെച്ചു കൊടുക്കുന്നത്? കേട്ടിടത്തോളം തെറ്റ് സാന്ദ്രയുടെ ഭാഗത്താ. ഒരു കാരണവശാലും ഈ ചെറിയൊരു കാരണത്തിന് സഞ്ജയന്റെ വീട്ടിൽ നിന്ന് ഈ കുട്ടിയും ഇറങ്ങരുതായിരുന്നു. എനിക്കിപ്പോ ചായ വേണ്ട. നീ ഒരു IAS കാരിയല്ലേ, കുറച്ചുകൂടി വിവേകത്തോടെ നീ പെരുമാറേണ്ടതായിരുന്നു. ട്രെയിനിങ്ങിന്റെ ഭാഗമായി എവിടെ, ഏത് സന്ദർഭത്തിൽ ഏതു തരം തീരുമാനങ്ങളാണ് കൈക്കൊള്ളേണ്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അത് മറന്നുള്ള പ്രവൃത്തിയായി പോയത്. നോക്ക് സാറ, ഞാനിപ്പോ നിന്റെ മുമ്പിൽ വന്നത് നിന്റെ വായിന്ന് കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനല്ല, എന്തെങ്കിലും ഒരു ആശ്വാസവാക്ക്, അതാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിനക്കും ഈ മാമാട്ടിക്കുട്ടിക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ നല്ലൊരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ നിന്നെ സുഖിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ എനിക്കിഷ്ടമല്ല. തെറ്റാണെന്ന് തന്നെ പറയും ഞാൻ. കുടുംബജീവിതമാവുമ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണം സാന്ദ്ര. ഒരു IAS കാരി ഡ്യൂട്ടി സമയത്താണ് തന്റെ പവർ കാട്ടേണ്ടത്. വീട്ടിലെങ്ങനെ പെരുമാറരുത്. വീട്ടിൽ ഭർത്താവ്, മക്കൾ, അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരന്മാർ, അങ്ങനെ പലരും ഉണ്ടാവും. അവരോടൊക്കെ മാന്യമായും സൗമ്യമായും സന്ദർഭത്തിനനുസരിച്ച് വേണം പെരുമാറാൻ. അവിടെയാണ് ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു സ്ത്രീക്ക് വിജയിക്കാൻ കഴിയുന്നത്. ഹലോ ഹലോ. ഇനി കൂടുതലൊന്നും കേൾക്കണ്ട. നീ നിന്റെ IPS കുപ്പായ അഴിച്ചുവെച്ച് വല്ല സന്യാസിയാവാൻ നോക്ക്. ഞാൻ മാമാട്ടിയും കുട്ടി അവിടെ നിന്ന് ഇറങ്ങിയത് ശരിയായ തീരുമാനം തന്നെയാ. എന്റെ മാമാട്ടിയെ ഉപദ്രവിക്കുന്നത് എവിടെയായാലും ഒരു നിമിഷം പോലും ഞാൻ അവിടെ തങ്ങില്ല. അതിന് എന്റെ സ്വന്തം വീട് തന്നെയായാലും. നീ ഇവളോട് ചോദിക്ക്, ആ നയനെ ഉപദ്രവിച്ചോ ഇല്ലയോന്ന്. അപ്പ അറിയാൻ കാര്യങ്ങൾ. മാമാട്ടി, മോളെ അവർ ഉപദ്രവിച്ചോ? ഞാൻ പേടിച്ചുപോയി. ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ ഇറങ്ങിപ്പോരുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ ബാലപീഡനത്തിന് ഈ നിമിഷം തന്നെ നിന്നെ കൊണ്ട് തന്നെ കേസെടുപ്പിക്കാനും എനിക്കറിയാം. സഞ്ജയ് ഓർത്ത് മാത്രം ഞാനത് ചെയ്യാത്തതാ. നിനക്ക് നല്ല ജോലി തിരക്കുള്ളതല്ലേ, കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. വാ മമ്മാട്ടി, നമുക്ക് പോവാം. അത് ശരി, മോളും അമ്മ കുറ്റപ്പെടുത്തുകയാണോ? അങ്കിളിന് വിഷമാവില്ലേ? അതൊന്നും മോളിപ്പ ചിന്തിക്കണ്ട. ദേ, അതൊക്കെ ഞങ്ങൾ മുതിർന്നവർ തമ്മിലുള്ള കാര്യങ്ങളാണ്. അമ്മേ, നമ്മളിനി ഇവിടെ താമസിക്കും. നമ്മളത് ഇവിടെ താമസിക്കും. മോളെ, എന്താ ഇതൊക്കെ? സഞ്ജയാണ് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന കാര്യം വിളിച്ചറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇറങ്ങിപ്പോരാനുള്ള കാരണവും സഞ്ജയ് തന്നെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. കാര്യം എന്താണെന്നൊന്നും പറഞ്ഞില്ല. സഞ്ജയുടെ സഹോദരിയും മാമാട്ടിയും തമ്മിലുള്ള ചെറിയ എന്തോ ഒരു വിഷയമാണെന്നേ പറഞ്ഞുള്ളൂ. ചെറിയ വിഷയം? സഞ്ജയ് അങ്ങനെയാണല്ലേ പറഞ്ഞത്? സഞ്ജയ്ക്ക് അവിടെ നടന്നതൊരു ചെറിയ വിഷയം മാത്രമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്താ നടന്നത്? എന്ത് നടക്കാൻ? എല്ലാവർക്കും മാമാട്ടി ഒരു അധികപ്പറ്റാണ് അവിടെ.
തരം കിട്ടുന്ന സമയത്തൊക്കെ ഇവളെ ഭയപ്പെടുത്താനും ഉപദ്രവിക്കാനും മാത്രമേ എല്ലാവർക്കും അവിടെ നേരമുള്ളൂ. ആരാ? സഞ്ജയാണോ ഉപദ്രവിച്ചത്? അല്ല, അങ്കിള് പാവ നയനേന്റിയാ. എല്ലാം ഒത്താശ ചെയ്യുന്നത് ആ നയനയാ. കൂടെ അവളുടെ അച്ഛനും അമ്മയുണ്ട്. എന്റെ കുഞ്ഞിനെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന ഒരു സ്ഥലത്ത് എത്രയെന്ന് വെച്ചാ സഹിച്ചു ജീവിക്കുന്നത്? മോളെ, മാമാട്ടി ഉപദ്രവിച്ചത് ശരിയാണെന്ന് അമ്മ പറയുന്നില്ല, തെറ്റ് തന്നെയാ. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതുകൊണ്ട് പരിഹാരമാവോ? പിന്നെ ഞാൻ എന്റെ കുട്ടി അവർക്ക് ചെണ്ട കൊട്ടാൻ വിട്ടുകൊടുത്തിട്ട് അവിടെ ജീവിക്കണം? സഞ്ജയ് ഇല്ലേ നിങ്ങൾക്ക് സപ്പോർട്ടിന്? അവനൊരു ഉപദ്രവവും ചെയ്യാത്ത സ്ഥിതിക്ക് അവൻ പറയുന്നതനുസരിച്ച് അവിടെ തന്നെ ജീവിക്കുന്നതല്ലേ മോളെ നിങ്ങൾക്ക് നല്ലത്? കാര്യങ്ങളുടെ ഗൗരവം തിരിച്ചറിയാൻ കഴിയുന്ന ആളാ സഞ്ജയ്. അവൻ അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി മേലിൽ അവരിൽ നിന്നുള്ള ഉപദ്രവം അവസാനിപ്പിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സഞ്ജയ് അവരോടൊന്ന് ശബ്ദം ഉയർത്തിപ്പോലും സംസാരിക്കില്ല. എന്റെ സ്ഥാനത്ത് എന്റെ ഈ അവസ്ഥയില് വേറെ ഏതൊരു സ്ത്രീയും ചെയ്യുന്നതേ ഞാനും ചെയ്തിട്ടുള്ളൂ. മോളെ, ആ സമയത്തെ വികാരം കൊണ്ട് നീ ഇങ്ങനെ ചെയ്തൂന്നേ അമ്മ പറയുള്ളൂ. കുറച്ചു കഴിയുമ്പോൾ നിനക്ക് തോന്നും ഇറങ്ങി പോരണ്ടായിരുന്നു എന്ന്. അത് അമ്മയുടെ തോന്നൽ മാത്രം. എനിക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നില്ല. അതൊരിക്കലും ഉണ്ടാവില്ല. കുറച്ചുകൂടി വിവേകത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ചെന്ന് കയറിയല്ലേ ഉള്ളൂ. മാമാട്ടിയെ അവർക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതിന് അവർക്ക് അവരുടേതായുള്ള ന്യായീകരണങ്ങളും ഉണ്ടാവും. കുറച്ചു കഴിയുമ്പോൾ നിന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും അവർക്ക് കഴിയുന്നതോടെ മാമാട്ടി അവർക്ക് അവരുടെ ഭാഗമായി കാണാനും കഴിയും. വിവാഹം ചെയ്തയച്ച മകൾ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ കെട്ടിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ അതിനെ ശരിയായ നടപടിയാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ ഒരമ്മ എന്ന നിലയിൽ എനിക്ക് കഴിയില്ല മോളെ. അമ്മ എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? കുറച്ചു മുൻപ് സൈറ എന്നെ കുറ്റപ്പെടുത്തി. കുറ്റപ്പെടുത്തിയതല്ല മോളെ, കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വീട്ടിലേക്ക് വരുന്നതിൽ അമ്മയ്ക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ ക്വാർട്ടേഴ്സ് എടുത്ത് മാറിക്കോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെങ്കിലും നിന്റെ തീരുമാനം മാറുന്നത് വരെ നിന്റെ വീട്ടില് നിനക്കും കുഞ്ഞിനും കഴിയാം. വാ, കേറി വാ. എന്താ പാർവതി പുതിയ വിശേഷം? വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങള്. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നു. എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? സാന്ദ്ര സഞ്ജയുടെ വീട്ടിൽ നിന്ന് തൊടലും പൊട്ടിച്ച് സാന്ദ്രാലയത്തിലേക്ക് പോന്നു. നന്നായി, അങ്ങനെ തന്നെ വേണം. ഇനി സഞ്ജയുടെ വീട്ടിലേക്ക് ഇല്ലെന്ന് പറഞ്ഞ് സാന്ദ്രാലയത്തിൽ നിന്ന് തുള്ളുവാ. എന്താ ഇറങ്ങിപ്പോവാൻ കാരണം? അതാ കങ്കാരു മാമാട്ടിക്കുട്ടി തന്നെ. സാന്ദ്രയ്ക്ക് ആ കൊച്ചിനെ കിട്ടിയ പിന്നെ ഓഫീസിലുള്ളവർ ഇട്ടുകൊടുത്ത പേരാ കങ്കാരു. ഏതു നേരം അതിനെ കൊണ്ടല്ലേ നടപ്പ്. ഇപ്പോ ആ കങ്കാരുക്കുട്ടിക്ക് വേണ്ടിയാ പിണങ്ങിറങ്ങി പോകുന്നത്. കല്യാണം കഴിഞ്ഞിട്ടൊന്ന് അടുത്ത് ഒരു മുറിയിൽ കിടക്കാൻ പോലും ആ കൊച്ചു സഞ്ജയനെ അനുവദിച്ചിട്ടില്ല. അതാണെങ്കിൽ ഉറങ്ങാതെ കാവലിരിക്കുന്നു സാന്ദ്രയ്ക്ക്. ഒരു ഹണിമൂൺ ട്രിപ്പിന് പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല. ആ നിരാശയും ദേഷ്യവും ഒക്കെ വേണ്ടുവോളം ഉണ്ട് സഞ്ജയ്ക്ക്. വേറൊരു കാര്യം കേൾക്കണോ? അതിനിടയില് തക്കം കിട്ടിയ സമയത്ത് കുട്ടിയെ ഉറക്കി കിടത്തി രണ്ടുപേരും ഒന്ന് കറങ്ങാൻ പോയി. ആ കുട്ടി എണീറ്റപ്പോ സാന്ദ്രയെ കാണാതെ വയലന്റ് ആയി. ആ വീടത് തലകീഴായി മറിച്ചെന്നാ എനിക്ക് തോന്നുന്നേ. മറിക്കണം, അവരനുഭവിക്കണം. ഞങ്ങളോട് ചെയ്ത ചതിക്ക് അതിലും കൂടുതൽ അനുഭവിക്കണം. കൊച്ചിനെ അടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നല്ല കൈനീട്ടം വെച്ച് കൊടുക്കേണ്ടി വന്നു അവർക്ക്. ഗംഭീരമായി. ബാക്കി പറ, കേക്കട്ടെ. അതും കണ്ടോണ്ടാ സാന്ദ്ര വന്നത്. അത്യാവശ്യം നാവ് പ്രയോഗങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ഭേഷായി നടന്നു എന്നാ തോന്നുന്നത്. സാന്ദ്ര ഇനി അവിടേക്കില്ലാന്നും പറഞ്ഞ് കെട്ടും പെട്ടിയെടുത്ത് ഒറ്റ പോരൽ. ഒറ്റത്തോന്നലിന് ഇറങ്ങിപ്പോന്നതാണോ? തിരിച്ചു പോകാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും തിരിച്ചു പോയില്ല. ആ കുട്ടിപ്പിശാശ് കൂടെ കൂടിയിരിക്കല്ലേ. വാശിക്കാരിയാ സാന്ദ്ര. ദൈവം വന്ന് വിളിച്ചാലും പോവില്ല. നിങ്ങൾ പേടിക്കണ്ട, അവള് വീണ്ടും അങ്ങോട്ട് പോവാതിരിക്കാനുള്ള എരിവും പുളിയും ഞാൻ ഉണ്ടാക്കിക്കോളാം.
താനൊരു സ്ത്രീയാണോ? തന്റെ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്താകും അവസ്ഥ? ഏഷണിയുമായിട്ട് വന്നോളും. സാന്ദ്രയ്ക്ക് ഒരു അമ്മയുണ്ട്. ആ സ്ത്രീ എത്ര വിഷമിച്ചിട്ടുണ്ടാവും അറിയോ എനിക്ക്? മേലിൽ ഇത്തരം തമ്മിലടിയുമായി ഇവിടേക്ക് വന്നേക്കരുത്. അത് പിന്നെ സാർ, ദേവുവിന് വേണ്ടി നിശ്ചയിച്ചിരുന്നല്ലേ സഞ്ജയ്? സാന്ദ്രയെ സഞ്ജയ് താലി കെട്ടിയതോടെ ആ അധ്യായം അവിടെ വെച്ച് തീർന്നു. ഇനി നിങ്ങൾ നല്ല വർത്താനം അറിയിച്ചാലും ചീത്ത വർത്താനം അറിയിച്ചാലും ഈ വീട്ടിൽ അതിന് പ്രസക്തിയില്ല. മനസ്സിലായോ? അതിന്റെ പിന്നാലെ തൂങ്ങി നടക്കാൻ ഇവിടെ ആർക്കും നേരവുമില്ല. ചെല ഓരോന്നിറങ്ങിക്കോളും. അല്ല, നിങ്ങൾ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേട്ടത് കേൾക്കാൻ കൊതിച്ചത് തന്നെയാ. മിണ്ടരുത്. ദേഹം അനങ്ങാതെ തിന്നും കുടിച്ചിരിക്കുമ്പോ പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന ഒരുതരം മാനസിക രോഗം ഇത്. അന്യന്റെ ജീവിതം തകരുന്നത് കണ്ട് ആസ്വദിക്കല്. എടീ, സമയം കിട്ടുമ്പോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ജനറൽ വാർഡിൽ ചെന്നൊന്ന് നോക്ക്. പലവിധ രോഗങ്ങൾ പിടിപെട്ട് വേദനിച്ച് നരകിച്ച് മരണവുമായി മല്ലിട്ട് ജീവിക്കുന്ന ഒരുപാട് രോഗികളെ കാണാം. അപ്പൊ മനസ്സിലാവും ജീവിതത്തിന്റെ വില. ഒരു നീർവീഴ്ച വന്നാ മതി തീർന്നു പോകാൻ. വാശിയും കുശുമ്പും കുനിഷ്ടവും ഒക്കെ മാറ്റിവെച്ച് ഒന്നും സംഭവിക്കില്ലെന്ന് നാമം ജപിച്ചിരിക്കെ. നീയോ ഇങ്ങനെയായി. ദേ, ഈ കൊച്ചിനെ നിന്റെ വഴിക്ക് നയിക്കാതെ. അമ്മേ, നമ്മള് പോകുന്നതുകൊണ്ട് ഡോക്ടറുകൾ വിഷമാവില്ലേ? ചിലപ്പോ ആകുമായിരിക്കാം, ചിലപ്പോ അല്ലാതിരിക്കാം. മോളുടെ കുഞ്ഞു മനസ്സിൽ അതൊന്നും കേറ്റണ്ട. അമ്മയ്ക്ക് ആരുടെ വിഷമത്തെക്കാളും നിന്റെ വിഷമം സഹിക്കാൻ കഴിയാത്തത്. എല്ലാരും അമ്മയെ വഴക്ക് പറയാണല്ലോ. മോള് കാണുന്നുണ്ടല്ലോ എല്ലാം. എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തുന്നത് മാമാട്ടിയുടെ പേരില. എപ്പോഴെങ്കിലും ആരെങ്കിലും അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞു വന്ന് എന്നെ തള്ളി പറഞ്ഞു പോവരുത്. പോവില്ല. അല്ലെങ്കിൽ മുതിരുമ്പോ നിങ്ങൾ എന്റെ അമ്മയല്ലെന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. എനിക്ക് അച്ഛനും അമ്മയില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഉണ്ട്. എന്റെ മോൾക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. പക്ഷെ അവർക്ക് നിന്നെ വേണ്ട. നിനക്കാണെങ്കിൽ ആ ആക്സിഡന്റിലോ അല്ലെങ്കിൽ അതിനു മുൻപോ ഏതോ ഒരു സാഹചര്യം കൊണ്ട് നിന്റെ ഓർമ്മശക്തി പോയി. അച്ഛനാരാ, അമ്മയാരാ, ബന്ധുക്കളാരാ, വീടെവിടെയാ, ഇതൊന്നും എന്റെ മോൾക്ക് ഓർമ്മയില്ല. എനിക്ക് ആകെ ഓർമ്മ അമ്മയെ മാത്രമാ. പക്ഷേ ചിലപ്പോ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയേക്കാം, പോയതുപോലെ. വേണ്ട, എനിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടണ്ട. എനിക്ക് അമ്മയെ മാത്രം മതി. മോളെ, ഓർമ്മശക്തി തിരിച്ചു കിട്ടുമ്പോഴായിരിക്കും മോളുടെ അച്ഛനെയും അമ്മയും മോൾക്ക് ഓർമ്മ വരിക. അന്നൊരു പക്ഷേ ഈ അമ്മയേക്കാൾ മോളെ സ്നേഹിച്ചത് ആ അമ്മയാണെന്ന് മോള് മനസ്സിലാക്കിയ ഇന്ന് ഈ അമ്മയ്ക്ക് വേണ്ടി മോള് വാശി പിടിക്കുന്നത് പോലെ മോളുടെ പെറ്റമ്മയ്ക്ക് വേണ്ടിയും സംഭവിക്കും. അങ്ങനെ സംഭവിച്ച ഈ അമ്മയെ വിട്ട് മാമാട്ടി പോയാ തകർന്നു പോയി അമ്മ. പോവില്ല, ഞാൻ എങ്ങും പോയില്ല. അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോയില്ല. എന്ത് മണ്ടത്തരമാണ് സാന്ദ്ര ചെയ്തത്? ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുക. നാലാളറിഞ്ഞാൽ നാണക്കേട് ആർക്കാ? അവൾക്ക് തന്നെ. സബ് കളക്ടറും ഭർത്താവും വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തല്ലിപ്പിരിഞ്ഞു എന്നായിരിക്കും പത്രക്കാരെഴുതി വിടുക. ഞാൻ ആകെ തകർന്നിരിക്കുക. ഇങ്ങനെ ഒരു മടങ്ങി വരവ് അവളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വാശിക്കാരിയാണെങ്കിലും സഞ്ജയിൻ്റെ അടുത്തോ ആ വീട്ടിലോ അവൾ വാശി കാണിക്കുമെന്നോ അവരുമായി വഴക്കിടുമെന്നോ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാര്യം അറിഞ്ഞത് മുതൽ എനിക്കൊരു സമാധാനമില്ല. പോയ അവൾക്ക് വേണ്ടി പപ്പനോടും ഭാര്യയോടും ക്ഷമ ചോദിക്കാന്ന് വെച്ചാൽ എനിക്കെന്താ ഇതിൽ ഇത്ര താല്പര്യം എന്നാവും അവർ കരുതുക. അതുമല്ല, ആ നിമിഷം പപ്പിയുടെ ചെവിയിൽ വാർത്തയെത്തും. വേണ്ട, സാറ് പോണ്ട. പിന്നീട് സാന്ദ്ര അറിയുന്ന സാഹചര്യം വന്നാൽ അവളായിരിക്കും ഏറ്റവും രൂക്ഷമായി പ്രതികരിക്കുക. പിന്നെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? ഇത് അവളുടെ ഓഫീസ് കാര്യം പോലെയല്ല, കുടുംബജീവിതത്തിന്റെ കാര്യം. വാശിയും പിടിച്ചിരുന്ന എന്താവും അവസ്ഥ? സാന്ദ്ര കാണിക്കുന്ന വാശി അതേ അളവിൽ അവിടെ അവരും കാണിച്ചാൽ തീർന്നില്ലേ ബന്ധം? ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി, കരഞ്ഞ് മനസ്സലിയിക്കാൻ നോക്കി, ദേഷ്യപ്പെട്ട് സംസാരിച്ചു നോക്കി.
ഇതിന്റെ ഭവിഷ്യത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. പക്ഷെ സാന്ദ്ര അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞല്ലേ ആ കുട്ടി അവളുടെ കുടുംബജീവിതത്തിന് തടസ്സമാകുമെന്ന്. അവരോടൊടക്കാൻ സാന്ദ്രയ്ക്ക് കാരണമായത് ആ കുട്ടി തന്നെ. വസുന്ധര തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ കൂടെ ഊരും പേരും നാളും ഇല്ലാത്തൊരു പെൺകുട്ടി. ആ കുട്ടിയാണേ മഹാകുസൃതി. സാന്ദ്രയുടെ സാരിത്തുമ്പിൽ നിന്ന് പിടിവിടാതെ ഒപ്പം തന്നെയുണ്ട്. സഞ്ജയനായാലും അവന്റെ കുടുംബത്തിനായാലും ആ മാമാട്ടിയോട് വെറുപ്പ് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ ഒക്കില്ല. കുട്ടി അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. തക്ക കാരണമില്ലെങ്കിൽ സാന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി പോരില്ല. സഞ്ജയ് തടുത്തപ്പോഴെങ്കിലും സമാധാനപ്പെട്ടേനെ. കാര്യമായി എന്തോ അവിടെ നടന്നിട്ടുണ്ട്. വസുന്ധരയോട് ഞാനൊരു കാര്യം പറയാം. ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ഞാൻ പറയാൻ പാടില്ലാത്തത് തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ മോളുടെ ജീവിതമാണ് വലുത്. ആദ്യം നല്ല നിലയിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടെത്തി അതിനെ കൊടുത്തുവിടാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ സാന്ദ്രയുടെ ജീവിതത്തിൽ നിന്നും അതിനെ ഏത് വിധേനയും ഞാൻ ഒഴിവാക്കും. അത് വേണ്ട. അത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുകയും ചെയ്യും. ഇതിൽ കൂടുതൽ എന്ത് വഷളാവാൻ? കെട്ടിച്ചു വിട്ട പെണ്ണ് താലിയും പൊട്ടിച്ച് സ്വന്തം വീട്ടിൽ വന്ന് തമ്പടിക്കുന്നത് നല്ല കാര്യമാണോ? ഒരുപക്ഷെ വാശിയൊക്കെ പോകുമ്പോൾ കാര്യങ്ങൾ ശരിയാവണ്ണം ചിന്തിക്കുമ്പോൾ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു പോവായിരിക്കാം. അപ്പോഴും കൂടെ ആ കുട്ടി ഉണ്ടാവും. വീണ്ടും വീണ്ടും ആ കുട്ടി കാരണം അവളുടെ ജീവിതം തരിപ്പണമാകും. ഒരു വേള വിവാഹമോചനത്തിലേക്ക് വരെ രണ്ടു കൂട്ടരും ചിന്തിച്ചെന്ന് വരാം. അതൊഴിവാക്കാൻ ആ മാമാട്ടിയെ ഒഴിവാക്കിയേ പറ്റൂ. അത് ഞാനായിട്ട് ചെയ്യും. എന്റെ സ്ഥാനത്ത് ഏതൊരു അച്ഛനായാലും അത് ചെയ്യും. എൻ്റെ മകളെ കെട്ടാമെന്ന് വാക്കുകൊടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറിയിട്ടും ഞാൻ സഞ്ജയോട് പരിധി വിട്ട് സംസാരിച്ചിട്ടില്ല. എന്താ സഞ്ജയ്, എല്ലാവരെയും എതിർത്ത് രാജ്യം ഭരിക്കുന്ന ഒരു പെൺകുട്ടിയെ താലി കെട്ടാൻ താൻ കാണിച്ച ധൈര്യം പിന്നീട് അങ്ങോട്ട് ഇല്ലാതെ പോകുന്നത്? അങ്കിൾ, ഇത് ഞാനും സാന്ദ്രയും തമ്മിലുള്ള പ്രശ്നമല്ല. മാമാട്ടിയെ നയനെ വഴക്ക് പറഞ്ഞതിലുള്ള വിഷമം കൊണ്ട് പോയതാ, അല്ലാതെ എന്നോടുള്ള ദേഷ്യത്തിലല്ല. മനസ്സിലായി കാര്യങ്ങൾ. സാന്ദ്രയുടെയും സഞ്ജയുടെയും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഉപദേശിക്കാൻ എനിക്ക് അവകാശമുണ്ട്. സാന്ദ്രയുടെ മുന്നിൽ ഞാൻ ആജന്മ ശത്രുവാ. ആ ശത്രുത ഔദ്യോഗിക പദവിയിൽ എനിക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുന്നിടത്തെല്ലാം പ്രയോഗിക്കുന്നുമുണ്ട്. അതങ്ങനെ പോട്ടെ. ബാലന്റെയും വസുന്ധരയുടെയും മകൾ എനിക്കും മകൾക്ക് തുല്യമാണ്. എനിക്ക് അവളുടെ വിവാഹത്തെക്കുറിച്ച് അല്ല, ബാലന് അവളുടെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരുപക്ഷെ അയാൾ ജീവിച്ചിരിക്കുന്നത് പോലും അവൾക്ക് വേണ്ടിയാണ്. അങ്കിൾ, അല്ല, മരിക്കുന്നതിന് മുമ്പ് വരെ ബാലൻ അങ്ങനെ പറയുമായിരുന്നു. അങ്കിളിന് ബാലനങ്ങളിനെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും അങ്കിൾ ചിലപ്പോ ബാലനങ്ങളായിട്ട് മാറുന്നത്. അതെ, മരിക്കുന്നതിന് മുമ്പ് എന്റെ കൈപിടിച്ച് ബാലൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ. എന്റെ മകളുടെ കണ്ണെന്നറിയാതെ പൊന്നുപോലെ നോക്കണേന്ന്. ബാലന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാനിന്ന് നിന്നോട് ആവശ്യപ്പെടുക. അവളുടെ കണ്ണെന്നറിയാൻ ഇടവരുത്തരുത്. അവളെ വേദനിപ്പിക്കരുത്. അവളൊരു പാവ, അച്ഛനില്ലാതെ വളർന്നവളാ. എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണല്ലോ സാന്ദ്രയെ സ്നേഹിച്ചത്. പിന്നെ ആരോരും ഇല്ലാതെ എവിടുന്നോ വന്നൊരു കുട്ടിയെ സ്വന്തം ജീവിതം മറന്ന് പൊന്നുപോലെ നോക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, അതാണ് എനിക്കിപ്പോ ഏറെ ഇഷ്ടമായത്. മാമാട്ടി, അവൾക്ക് തീർച്ചയായും രക്ഷിതാക്കളുണ്ടാവും. എവിടെയെങ്കിലും അവർ തിരയുന്നുണ്ടാകും. അവരൊരു ദിവസം തേടി വരും. അന്ന് അവർക്ക് ആ കുട്ടിയെ കൈമാറേണ്ടതായും വരും. ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മാമാട്ടി ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. ചില സത്യങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. വാസ്തവം പറയാലോ,
മാമാട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്കിൾ അത് അറിയാം നിങ്ങളുടെ അവസ്ഥ. പക്ഷേ എനിക്ക് വലുത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ ലൈഫ് നന്നായി കാണാൻ വേണ്ടത് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്, ഒരച്ഛൻ്റെ കടമ പോലെ. അത് വേണ്ടെങ്കിൽ മാമാട്ടി ആരും തേടി വരാത്ത സ്ഥിതിക്ക് നമ്മളായിട്ടൊരു തെരച്ചിൽ നടത്തണ്ട. അങ്കിള് നേരത്തെ പറഞ്ഞ ബാലനങ്ങളിന്റെ മകൾക്ക് അത് കൂടുതൽ വിഷമം ഉണ്ടാക്കുകയുള്ളൂ. സഞ്ജയ് എന്ത് വിഡ്ഢിത്തരായി പറയുന്നത്? നിങ്ങൾ വിവാഹിതരായി. നാളെ നിങ്ങൾക്കും കുട്ടികൾ വേണ്ടേ? ഒരു കുടുംബം വേണ്ടേ? അപ്പൊ ഈ മാമാട്ടിക്ക് എന്ത് സ്ഥാനം കൊടുക്കും? പറയാനും എഴുതാനും എളുപ്പമാണ്, പ്രാക്ടിക്കൽ ലൈഫിൽ അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊക്കെ അനുഭവം കൊണ്ട് പറയാം. ചെയ്തു പോയൊരു തെറ്റ് തിരുത്താൻ 100 തെറ്റുകൾ ആവർത്തിച്ച് വെറുതെ ജീവിച്ചു തീർക്കുന്നു. നയന മാമാട്ടി ഒന്ന് തല്ലിയപ്പോ ഭർത്താവിനെ പോലും വിലകൽപ്പിക്കാതെ ഈ വീട് വിട്ടിറങ്ങിയ ആളാ സാന്ദ്ര. അവരെ തമ്മിൽ പിരിക്കാൻ കഴിയില്ല എന്നതല്ലേ അതിന്റെ അർത്ഥം?